സലാഹി പറയുന്നു, കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ ഖുബ്ബ മുജാഹിദുകളായ ഞങ്ങൾ തകർക്കും. കേട്ടോളൂ. ജാറം ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിയുടെ ഖബർ പൊന്തിച്ചിട്ടില്ല. ആ ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കുകയും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിയുടെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഇനിയൊരു സംശയവും വേണ്ടല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ മാന്യ മുസ്ലിം ചെറുപ്പക്കാരോട് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു, ഇവിടെ എത്ര നിരീശ്വരവാദികളുണ്ട്, എത്ര നിർമ്മതവാദികളുണ്ട്, എത്ര വർഗീയവാദികളുണ്ട്, ഏതെല്ലാം പാർട്ടിക്കാരുണ്ട്? ഇന്ന് വരെ ചോദിക്കട്ടെ, ഇസ്രായേലിലെ ഷാറൂൺ മുതൽക്ക് ഏതെല്ലാം കക്ഷികൾ ഇവിടെയുണ്ട്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം ലോകത്തിന്റെ കേന്ദ്രമായ മദീന ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പച്ചക്കുബ്ബയുള്ള ജാറം ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ തകർക്കുമെന്ന് ഷാറൂണിന് പറയാൻ ധൈര്യം വന്നോ? വല്ല ഭീകരവാദിയും പറഞ്ഞോ? വല്ല വർഗീയവാദിയും പറഞ്ഞോ? വല്ലവരും പറഞ്ഞോ? വല്ല മുസ്ലിം വിരോധിയും പറഞ്ഞോ? അത് പറഞ്ഞത് മുജാഹിദിന്റെ നേതാക്കളല്ലേ? വേദനയോട് ചോദിക്കുന്നു, മുസ്ലിം സമുദായത്തിന് ഈ മുജാഹിദ് പ്രസ്ഥാനം നേടിക്കൊടുക്കുന്ന മോചനം അത് ഇസ്ലാമിൽ നിന്നുള്ള മോചനമല്ലേ? കുഫറിലേക്കുള്ള മോചനമല്ലേ?